ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ പെർഫെക്റ്റ് ടേസ്റ്റിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ബീട്രൂട്ട് ചീസി കട്ട്ലേറ്റ് കണ്ടു നോക്കാം. ഈ ഒരു കട്ട്ലേറ്റ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതിനൊരു സിമ്പിൾ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. കൂടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി കണ്ടു നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് പൊടിച്ചരിഞ്ഞിരിക്കുന്ന ഒരു 1.5 സവോളയാണ്. അതിൻ്റെ ഒപ്പം ഇഞ്ചിയും പൊടിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരൽപ്പം മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങിനെ ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ തൊലിയോടുകൂടി തന്നെ ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ച ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ട് അത് ഇതുപോലെ തന്നെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് വേവിച്ച ശേഷം അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടിനെയും ഇതുപോലെ പൊടിച്ചരിഞ്ഞെടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് പൊടിച്ചരിഞ്ഞിരിക്കുന്ന ക്യാരറ്റാണ്. 2 ചെറിയ ക്യാരറ്റാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൊട്ടിപ്പൊടിയാണ്. ഏകദേശം ഒരു 1.5 കപ്പ് റൊട്ടിപ്പൊടിയാണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പൊടിയായിട്ട് തന്നെ കൈവശമില്ലെങ്കിൽ ഒരു 3-4 സ്ലൈസ് ബ്രെഡ് എടുത്ത ശേഷം മിക്സിയിലെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് വേവിച്ച സമയം അതിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു സത്താട്ടോ. അപ്പോൾ അതിൽ നല്ലൊരു കളറും കൂടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിന് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ചൂടായിരിക്കുന്ന ഒരു ഉരുളിയിലേക്ക് 2-3 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണയും ഇതിലേക്ക് ഉപയോഗിക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് പൊടി ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴന്നു വരും. ഇനി ഇത് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വേണമെങ്കിൽ മൂടി വെച്ച് ഒരല്പം നേരം വേവിച്ചെടുക്കാം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റ്. ഇപ്പോൾ ക്യാരറ്റുള്ള ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരല്പം നേരം മൂടി വെച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ഇറങ്ങുന്ന വെള്ളം മതി, എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം വേഗ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന മസാലയാണ്. ഇതുകൂടി ചേർത്ത് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ ചേർത്തിരുന്ന ഗരം മസാലയുടെ റെസിപ്പി നമ്മുടെ ചാനൽ തന്നെയുണ്ട്. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തു. പൊടികളുടെ പച്ചമണം എല്ലാം മാറി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രേറ്റഡ് ചീസാണ്. നിങ്ങളുടെ കൈവശമുള്ള ഏത് ഗ്രേറ്റഡ് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പർമിജാനോ എന്ന ഗ്രേറ്റഡ് ചീസാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തുകൂടി നോക്കുക. ഉപ്പിൻ്റെ അളവ് കുറവായി തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം റൊട്ടിപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഓരോ പാൻറ്റുകളായിട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരല്പം റൊട്ടിപ്പൊടിയും കൂടെ ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളുകളാക്കി മാറ്റാം. ഇതുപോലെ ഓരോ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇനി ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഭരണിയുടെ അടപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള കുപ്പിയുടെ അടപ്പെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് വച്ച് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിലേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ബോളുകളാക്കി മാറ്റി അതിനെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം. ഈ ഒരു കട്ട്ലേറ്റ് നമുക്ക് ആവശ്യാനുസരണം മാത്രം വറുത്ത ശേഷം ആക്കി വരുന്നത് ഈ ഒരു ട്രേയോട് കൂടി തന്നെ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം കട്ട പിടിച്ചു പോകാതെ ഓരോന്നായിട്ട് ഫ്രീസർ ബാഗുകളിലേക്ക് എടുത്ത് മാറ്റി വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള കോട്ടിംഗ് കൊടുക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് മൈദപ്പൊടിയാണ്. ഇതിനായി ഏകദേശം 3 സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ബീട്രൂട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളവും കൂടിയാണ്.
ഇതും കൂടെ ചേർത്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററിന് നല്ല കളറ് കിട്ടും. ഇനി ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററിൻ്റെ പരുവം വേണ്ടത് നീർദോശയുടെയൊക്കെയാണ്. അതായത് ഒട്ടും കട്ടിയില്ലാതെ നല്ല നീട്ടി തന്നെ ഇതിനെ എടുക്കാം. ഇനി ഈ ഒരു മിക്സിലേക്ക് ഓരോ കട്ട്ലേറ്റ് പാൻറ്റുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഈ ഒരു കോട്ടിങ് കൊടുത്ത ശേഷം ഇനി റൊട്ടിപ്പൊടിയിലേക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇങ്ങനെ തന്നെ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ റൊട്ടിപ്പൊടി അധികം കട്ട കെട്ടാതെ അവസാനം വരെ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഇടത് കൈ കൊണ്ട് ഇതിൻ്റെ ഈ മിക്സിലൊന്ന് മുക്കിയെടുത്ത ശേഷം വലത് കൈ കൊണ്ട് മാത്രം റൊട്ടിപ്പൊടിയുടെ കോട്ടിങ്ങിലും കൂടെ മുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നാക്കി ഇനി തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡും ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു പരന്ന കത്തി കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡും ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പെർഫെക്റ്റ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാട്ടോ നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൊതുവേ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കടക്കം കൊടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ കട്ട്ലേറ്റാണ് ഇത്. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് നമ്മളിപ്പോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിന് വൺ സൈഡ് എല്ലാം കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റ് എല്ലാം നല്ല കളർ കയറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇനി ഇത് ചെറു ചൂടിൽ തന്നെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം മയോണൈസ് കൂടി ഉണ്ടെങ്കിൽ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.